ചേമ്പ് പൂത്തത്. അതിൻ്റെ പൂവ് നോക്കുക, പൂ വിരിയുന്നേ ഉള്ളൂ. ഇതാ അത് കഴിഞ്ഞിതാ ഇവിടെ ഒരു പൂവ് ഉണ്ടാകുന്നുണ്ട്. ഇതാ വലിയൊരു പൂവ്. ഇതാ പിന്നെ ഇതാ ഇവിടെ പൂവുണ്ടാകുന്നുണ്ട്. ഇവിടെ ഒരു പൂവുണ്ടാകുന്നുണ്ട്. ഇവിടെയും ഇവിടെയും പൂവുണ്ടാകുന്നുണ്ട്. ഇതെത്ര പൂവാ! ഞാൻ അന്നേരം വേറൊരാളിത് കണ്ടിട്ട് പറഞ്ഞത് എന്നാണെന്നറിയോ, ഇത് പാൽച്ചേമ്പല്ല, ഇത് ഇതിൻ്റെ തട പുഴുങ്ങി തിന്നുന്ന ചേമ്പ്. എന്തുണ്ട് ഇതിൻ്റെ തടയ്ക്കയുടെ വലിപ്പം കണ്ടു. ഇത് കുറച്ച് കഴിയുമ്പോൾ ഈ പൂവൊക്കെ കൂടെ അങ്ങ് പൂത്ത് ഇതിൻ്റെ ഇലയൊക്കെ കൂടി അങ്ങ് കൊഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തട വെട്ടിയിട്ട് പുഴുങ്ങുന്നതാണ്. കറി വെക്കാനും പുഴുങ്ങാനൊക്കെ കൊള്ളാം. അങ്ങനത്തെ ചേമ്പാണ്. ഇതിൻ്റെ തണ്ട് ഞാനൊരു പ്രാവശ്യം ഇതിൻ്റെ തണ്ട് വെട്ടി തോരൻ വെച്ചു. ഭയങ്കര ചൊറിച്ചിൽ, തട ചൊറിയാലെന്നാണ് പറഞ്ഞത്. ഇതുപോലത്തെ ചേമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് ഞാൻ നട്ടതൊന്നും അല്ല കേട്ടോ, ഇത് തന്നെ ഉണ്ടായതോ, എവിടെ നിന്ന് ഉണ്ടായതാണെന്നൊന്നും എനിക്കറിയത്തില്ല. തന്നെ ഉണ്ടായ ചേമ്പായത്. കണ്ടോ എന്ത് വലുതായത്! ഇതിൻ്റെ പൂവൊക്കെ എന്ത് ഭയങ്കര പൂവാണ്. ഇനി ഇത് കുറച്ചും കൂടെ വിടുന്ന് അതിൻ്റെ പൂവ് ഇവിടെ നല്ല ചുമന്ന ഇതൊക്കെ ആവുമെന്നാണ് പറഞ്ഞത്. ഇത് വിത്തുണ്ടാകില്ല, ഇങ്ങനെ പോകും. ഇതിൻ്റെ വേര് പോകുന്നിടത്ത് മുഴുവൻ ഇങ്ങനെ വളം വലിച്ച് ഇതുപോലത്തെ ഉണ്ടാവുമെന്ന്. എന്നിട്ട് ഇതിൻ്റെ തട വെട്ടി പുഴുങ്ങാന്നാണ് പറഞ്ഞത്. അറിയത്തില്ല എനിക്ക്. ഏതായാലും അവിടെ നിൽക്കട്ടെ, കുറച്ച് കഴിയുമ്പം എന്നാന്ന് വെച്ചാൽ ചെയ്യാം. പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, ഒന്ന് ഷെയർ ചെയ്തോ കേട്ടോ. ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.